പുതുതായൊരു വിവരം കൂടിയുള്ളത് മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ പൂരം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വെടിക്കെട്ടുപുര പ്രവർത്തിച്ചിരുന്നത്. വെടിക്കെട്ട് സാമഗ്രികൾ അവിടെ നിർമ്മിച്ച് സംഭരിക്കുകയായിരുന്നു. അവിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഇപ്പോൾ ഒരു ഭാഗത്ത് വെടിക്കെട്ട് പുരയ്ക്ക് സമീപത്തേക്ക് പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്. നാട്ടുകാരുണ്ട്, പോലീസ് സംഘവുമുണ്ട്. അവർ അവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് ആ തീ ആളിക്കത്തുന്നത്. അതായത് വെടിക്കെട്ട് പുരയ്ക്ക് തൊട്ടടുത്തേക്ക് അവർക്ക് ഇപ്പോഴും എത്താൻ കഴിയുന്നില്ല. ആ തീ അണയ്ക്കേണ്ടതുണ്ട്. ഫയർഫോഴ്സ് വളരെ ദൂരെയാണ് അവരുടെ വാഹനം ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയാമോ ശ്രീജിത്ത്? പൂർണ്ണമായ രക്ഷാപ്രവർത്തനം ആളുകളെ മാറ്റാൻ കഴിഞ്ഞു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പോലീസും ഫയർഫോഴ്സും അങ്ങനെ ഒരു വിവരം നമുക്ക് നൽകുന്നില്ല ഉന്മേഷ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ഒരു മേഖലയിൽ ഇപ്പോഴും സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് സ്പ്രേ ചെയ്യുന്നുണ്ട്, ചീറ്റുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പൂർണ്ണമായി തീയണയ്ക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പൂർണ്ണമായ തോതിലുള്ള ഒരു തീയണക്കൽ പ്രക്രിയ നടന്നിട്ടില്ല. പക്ഷേ അതിനിടയിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ ഇപ്പോൾ എടുക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ എന്തായാലും വന്നിട്ടില്ല. ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട്. ആളുകൾ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകരൊക്കെ ആ മേഖലയിൽ തന്നെ ഇപ്പോഴും ഒരു സാഹചര്യമുണ്ട്. ഒക്കെ ആളുകൾ ഉണ്ടായേക്കാണോ ഇപ്പോഴും അതുപോലെ തന്നെ. ഒരു നിമിഷം ശ്രീജിത്ത്, ഇപ്പോൾ മന്ത്രി ശ്രീ വി എൻ വാസവൻ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ വി എൻ വാസവൻ, താങ്കൾ അവിടേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു. വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് ശ്രീ വി എൻ വാസവൻ? കിട്ടിയിട്ടുള്ളത് മുണ്ടത്തിക്കോട് പഞ്ചായത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. കുറെ വലിയ രൂപത്തിലുള്ള വിഷമങ്ങളാണ് കാണുന്നതെന്നാണ്. 4 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. ബാക്കിയുള്ള ചെന്ന് നോക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് ചിന്നിച്ചെതറിയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരം. അപ്പോൾ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഐഡന്റിഫൈസാണ് ഈ 4 എണ്ണം പറയുന്നത്. ബാക്കി ഗുരുതരമായി പരിക്കേറ്റ ഒട്ടേറെ പേരുണ്ട്. അതെല്ലാം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് കിട്ടിയ വിവരം. ബാക്കി വിവരങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഈ പരിക്കേറ്റവരെ ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് കുറെ പേര്. അതിന് സീരിയസ് ആയിട്ടുള്ളവർ മെഡിക്കൽ കോളേജിൽ. അങ്ങനെയാണ്. ശരി ശരി ശ്രീ വി എൻ വാസവൻ, അദ്ദേഹം ആ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ഒപ്പം സമീപത്തെ ആശുപത്രി എന്നുള്ള വിവരമുണ്ട്. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെ അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ തീ പൂർണ്ണമായി ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലെ പൊട്ടിത്തെറിയുണ്ടായ മേഖലയിൽ ശ്രീജിത്ത്? ഇല്ല, തീ പൂർണ്ണമായി അണയ്ക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന പോലീസിന്റെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ആ ദൃശ്യങ്ങളാണ് പരിശോധിക്കുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു മറ്റ് തരത്തിലുള്ള കാഷ്വാലിറ്റികളുണ്ട്, എവിടേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്ന തരത്തിലുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്, ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഡ്രോൺ പറത്തിക്കൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകും. എത്രയും പെട്ടെന്ന് ആ മേഖലയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി മാറ്റാൻ കഴിയും, അവിടേക്ക് മാറ്റാൻ കഴിയും. എന്തായാലും പോലീസ് പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ MLA അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട്. അപ്പോൾ നമ്മളോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ കൃത്യമായി നമ്മൾ അനുസരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ദുരന്തമുഖമാണ്. നമ്മൾ ആ കൃത്യമായ രീതിയിൽ അത് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർ പോലീസിന്റെ ആ ഒരു ദുരന്തമുഖത്ത് നിന്ന് പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും നമ്മളും ആ മേഖലയിലേക്ക് നിൽക്കുന്നു. ചില സ്വകാര്യ ആശുപത്രികളിലേക്ക് കൂടി മാറ്റുന്നുവെന്ന വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൃത്യം ചില പേര് വിവരങ്ങൾ ഒക്കെ നമുക്ക് അല്പസമയത്തിനകം ആർക്കൊക്കെയാണ് അപകടം സംഭവിച്ചത്, മരണം സംഭവിച്ചതെന്നതിനെക്കുറിച്ചുള്ള പേര് വിവരങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ പുറത്തുവിടാം. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ MLA ആയ സേവ്യർ ചിറ്റലപ്പള്ളി ജില്ലാ പോലീസ് മേധാവിയുമായും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ഈ ദുരന്ത
മേഖലയിൽ നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ മുണ്ടത്തിക്കോടാണ് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനമുണ്ടായത്. ആ സ്ഫോടന സമയത്തെ ആദ്യ ദൃശ്യങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ഒരു ഭാഗത്ത് ഇപ്പോഴും തീ കത്തുന്നുണ്ട്. അത് പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. മുഴുവൻ ആളുകളെയും, ഈ വെടിക്കെട്ടുപുരയിൽ ജോലി ചെയ്തിരുന്ന മുഴുവൻ ആളുകളെയും തൊഴിലാളികളെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. നേരത്തെ ഈ പൊട്ടിത്തെറിയുണ്ടായ സമയത്ത് അവിടെ നിന്ന് കുറച്ച് ആളുകളെ മാറ്റുന്നുണ്ടായിരുന്നു. 5 പേർ ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പോലീസ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അവിടെ നിന്ന് മാറി നിന്ന് ദൃശ്യങ്ങൾ പകർത്തു റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഈ മറ്റെന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസിനും ഒപ്പം ഈ ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ? ശ്രീജിത്ത്, ഇതിൽ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ ഇവിടുത്തെ MLA സേവ്യർ ചിറ്റലപ്പള്ളിയും അടക്കമുള്ള ആളുകൾ ചേർന്ന് തീരുമാനമെടുക്കുകയാണ്. അതായത് ഒരു ഡ്രോൺ പറത്തി പോലീസ് കൂടുതൽ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. എവിടെയൊക്കെയാണ് കൂടുതൽ തരത്തിലുള്ള കാഷ്വാലിറ്റി ഉണ്ടായത്, എവിടെയൊക്കെയാണ് കത്തി അമർന്നത് എന്ന തരത്തിലൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പരിശോധിക്കുകയാണ്. അതിനുശേഷം ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുക, അവിടെ പെട്ടെന്ന് തീ അണയ്ക്കുക, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റി ഉണ്ടെങ്കിൽ, ആളുകളുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് മാറ്റുക. ഇതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു രീതി. അതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മൊത്തത്തിൽ തീ അണച്ചതിനു ശേഷം ആളുകളെ എടുക്കുക എന്നത് ഇവിടെ ഈ ഒരു പടക്ക നിർമ്മാണശാലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു തരത്തിലും അത് നടക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ തീ പടരുന്നുണ്ട്, എവിടെയൊക്കെ തീ കുറച്ച് കത്തുന്നുണ്ട്, ആ കുറച്ച് കത്തുന്ന മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആ മേഖലയിലേക്ക് ഫയർഫോഴ്സ് എഞ്ചിനുകൾ എത്തിക്കുക, യൂണിറ്റുകൾ എത്തിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.